ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ തറവാട്ടിൽ ഉത്സവമാണ്, കളിയാട്ടമാണ്. എൻ്റെ സ്വന്തം വൈക്കത്ത് തറവാട്ടിൽ, അതായത് നമ്മുടെ സ്വന്തം റിഞ്ചിമ വൈക്കത്ത്. അപ്പോൾ വൈക്കത്ത് നമ്മുടെ സ്വന്തം തറവാടാണ്. അപ്പോൾ അവിടെ കളിയാട്ട മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലേറ്റായി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മമ്മ വരുന്നതെന്നൊക്കെ പറഞ്ഞു. അമ്മമ്മ വയസ്സായല്ലേ, അപ്പോൾ അമ്മമ്മേനെ കീക്കാനും ഒരുക്കാനൊക്കെ സമയമെടുത്തു. ഇനിയിപ്പം വരുന്നില്ല എന്നും പറയുന്നു. എന്നാണെന്നറിയില്ല, നോക്കട്ടെ. പറ്റിയിട്ടുണ്ടെങ്കിൽ കൂട്ടിയിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട്. നടക്കുമോ അറിയില്ല, വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വൈകിയതായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം പോകാം. പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇതാണ് എൻ്റെ തറവാട് കേട്ടോ, വൈക്കത്ത് തറവാട് കുണിയനാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ വൈക്കത്ത് തറവാട്ടിൽ കൂടുന്നവരും അതുപോലെ നാട്ടുകാരും എല്ലാവരും പങ്കെടുത്ത് ഒരു സന്തോഷത്തോടു കൂടി കളിയാട്ടം അവസാനിപ്പിച്ചു കേട്ടോ നമ്മൾ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു ഈ ഒരു കളിയാട്ടം എന്ന് പറയുന്നത്. കാരണം കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി നടത്തുമ്പോൾ അതിനൊരു സ്പെഷ്യൽ തന്നെയല്ലേ എല്ലാവർക്കും. അപ്പോൾ ഇത് കമ്മാടത്ത് ഭഗവതിയാണ്, വലിയമുടി തെയ്യെന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ 2 ദിവസങ്ങളിലാണ് കളിയാട്ടം നടന്ന് വന്നത്. അപ്പോൾ ഇവിടെ തൊണ്ടച്ചൻ ദൈവം, അതായത് വയനാട്ടുകുലവൻ, ചാമുണ്ടി, അതുപോലെ തന്നെ പെരുദേവത, അങ്ങനെ ഒരുപാട് തെയ്യങ്ങൾ കെട്ടി ആടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് പറഞ്ഞാൽ, എനിക്ക് ഒരു വയ്യാത്തൊരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മനെ കൂട്ടിയിട്ട് വന്നിട്ട് ഈ ഒരു തറവാടും ഇതും കാണിക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ചെറുപ്പകാലം തൊട്ടേ ഈ ഒരു തറവാട്ടിൽ അമ്മമ്മയുടെ കൂടെ വരും, എന്നിട്ട് തറവാട്ടിലൊക്കെ നിന്നിട്ടൊക്കെയാണ് പോലെ. പക്ഷേ ഇപ്പം അമ്മമ്മക്ക് തീരെ വയ്യാത്തതുകൊണ്ട് എൻ്റെ റിസ്കിൽ ഞാൻ അമ്മമ്മേനെ കൂട്ടിയിട്ട് ഒന്ന് തെയ്യത്തിനൊക്കെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അതെനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സ് നിറഞ്ഞൊരു സംഭവമായിരുന്നു. എനിക്കൊരിക്കലും അമ്മമ്മേനെ ഇനിയൊരു തെയ്യം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് അമ്മമ്മ ഉള്ളത്. അപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അമ്മമ്മേനെയും കൂടി എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഇതാ പെരുദേവതയൊക്കെ കിട്ടിയാടുന്നുണ്ട്. നമ്മുടെ ചാമുണ്ടിയും അല്ലാത്ത ഒരുപാട് തെയ്യങ്ങൾ ഇവിടെ കിട്ടിയാടിട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും ആസ്വദിച്ച് നമ്മൾ വൈകുന്നേരം എല്ലാം തെയ്യത്തിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുന്ന കാർന്നവന്മാരും അതുപോലെ തന്നെ അച്ഛന്മാരും എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തെയ്യത്തിന് നല്ലോണം പ്രാർത്ഥിച്ചു. കാരണം അടുത്ത വർഷമല്ലേ ഇനി കളിയാട്ടം ഇവിടെ ഇങ്ങനെ കെട്ടിയാടുള്ളൂ. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കേട്ടോ. കുറേയധികം തെയ്യക്കോലങ്ങൾ ഇങ്ങനെ കെട്ടി ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് കമ്മാടത്ത് ഭഗവതി ഇതാ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ആ ഒരു നിമിഷമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് വേറെ തെയ്യക്കോലം വരും. അപ്പോൾ ഇതാ മുടി അഴിച്ചൊഴിക്കുകയാണ്. അപ്പോൾ തെയ്യക്കോലം അവസാനിക്കുമ്പോൾ മുടിയാണല്ലോ ആദ്യം അഴിച്ചു മാറ്റില്ല. അപ്പോൾ ആ ഒരു നിമിഷമാണ് കേട്ടോ. അപ്പോൾ വളരെയധികം സങ്കടം തോന്നി. കാരണം ഇത്രയും നേരം കണ്ടിരുന്നിട്ട് തെയ്യം അവസാനിക്കുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലേ. ഇതാണ് തൊണ്ടച്ചൻ ദൈവം, അതായത് വയനാട്ട് കുലവൻ ദൈവം. നമ്മൾ തറവാട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായി നമ്മുടെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കൽ എൻ്റെ തൊണ്ടച്ചൻ ദൈവമേ രക്ഷിക്കണേ എന്നാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്വന്തം തറവാടിൻ്റെ സ്വന്തം ദൈവം കേട്ടോ. നമ്മുടെ തറവാട്ടിലെ പ്രധാന ദൈവം വയനാട്ട് കുലുവൻ ദൈവമാണ്. അതായത് നമ്മൾ തൊണ്ടച്ചൻ ദൈവം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ തൊണ്ടച്ചൻ ദൈവമാണ് നമ്മുടെ പ്രധാന ദൈവമായിട്ട് നമ്മൾ തറവാട്ടിൽ കണക്കൂട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ദൈവങ്ങൾ തെയ്യക്കോലങ്ങളും കെട്ടിയാടിയിട്ടോ. ഞാൻ എടുത്ത് പറയുന്നില്ല, ഓരോ തെയ്യങ്ങളും എടുത്ത് പറയുന്നില്ല, കാരണം ഒരുപാട് തെയ്യക്കോലങ്ങൾ ഇവിടെ കെട്ടിയാടിയിട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും സദ്യയും, വരുന്നവർക്കൊക്കെ സദ്യയും അതുപോലെ മാജിക്കൽ ഷോവും പ്രോഗ്രാമും എല്ലാം കൂടി നടത്തി ഒരു ഗംഭീര കളിയാട്ടമാക്കി മാറ്റിയിട്ടോ നമ്മൾ. അപ്പോൾ
വളരെ സങ്കടമായി. ഒരു 4:30ക്കുള്ളിൽ തന്നെ നമ്മുടെ തെയ്യങ്ങളൊക്കെ കഴിഞ്ഞു, ഉത്സവം കളിയാട്ടമൊക്കെ അവസാനിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സിസ്റ്റർ കേട്ടോ, എൻ്റെ അനിയത്തി ആണ് മിഥുന. അപ്പം തൊട്ടപ്പുറം നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയുടെ പേര് രാധ എന്നാണ്. നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്തി തന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് ഇനി മെല്ലെ മെല്ലെ എൻ്റെ ഫാമിലിയൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ സങ്കടത്തോടെ നമ്മുടെ വൈക്കത്ത് തറവാട്ടിലെ കളിയാട്ടം അവസാനിച്ചു. അതുപോലെ വളരെയധികം സന്തോഷമായി. എല്ലാ ഫാമിലിയും ഒത്തുകൂടി. നമ്മുടെ ഫാമിലിയൊക്കെ എല്ലാവരും ഒരു ദിവസം ഒരുമിച്ച് കാണാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തിയ ഒരു നല്ലൊരു മനോഹരമായിട്ട് കളിയാട്ടം നമുക്ക് ആഘോഷിക്കാൻ പറ്റി. അപ്പോൾ കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു, കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരുപാട് പേര് കൂപ്പണൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ കളിയാട്ടം ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഇയർ നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇതുപോലെ ഇത്തരത്തിലുള്ള മനോഹരമായ രീതിയിൽ നമുക്ക് കളിയാട്ടം ഇനിയും നടത്താൻ പറ്റട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ മറക്കാണ്ടിട്ട്